പലസ്തീൻ ബാഗുമായി പാർലമെന്റിലെത്തിയ പ്രിയങ്ക വാദ്രയെ വിമർശിച്ച യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എന്നും ദേശീയ താൽപര്യത്തിന് എതിരാണ് കോൺഗ്രസ്. ഇന്ത്യൻ യുവാക്കൾക്ക് ഇസ്രയേലിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് പ്രിയങ്ക പലസ്തീൻ ബാഗുമായി കറങ്ങുന്നതെന്നും യോഗി വിമർശിച്ചു. संसद में फिलिस्तीन का बैग लेके घूम रही थी और हम यूपी के नौजवानों को इजराइल भेज रहे हैं। वहां पर यूपी के अब तक लगभग 5,600 से अधिक नौजवान इजराइल गए हैं निर्माण कार्य करने के लिए, और हर नौजवान रहने का फ्री, खाने का फ्री और 1.5 लाख रुपए उसको वहां पे अतिरिक्त मिल रहे हैं और पूरी सुरक्षा की गारंटी भी है। अभी इजराइल के राजदूत आए थे, उन्होंने कहा कि हम यूपी के और भी नौजवान ले जाना चाहेंगे क्योंकि यूपी का नौजवान अच्छा काम कर रहा है, बेरोजगार नहीं, उसकी स्किल की ताकत को दुनिया आज मान रही है। വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേർന്ന്. ഗൗതം, കൃത്യമായി പറയുന്നു യോഗി ആദിത്യനാഥ്, അതായത് ഇസ്രയേലിൽ യുവാക്കൾ സജീവമാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇസ്രയേലിൽ ഇന്ത്യൻ യുവാക്കൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് പ്രിയങ്ക പലസ്തീൻ ബാഗും തൂക്കി നടക്കുന്നത് എന്ന് പറയുന്നു. യോഗി പറഞ്ഞത് എന്ത്? കൃഷ്ണരാജ്, നിലവിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസ് ഭീകരരുമായി യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഔദ്യോഗികമായ നിലപാട്, അതായത് നയതന്ത്ര രീതിയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യം രണ്ട് രാജ്യങ്ങളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം പിടിക്കാനോ മറ്റൊന്നിനെ തള്ളിപ്പറയാനോ ഒരു നയതന്ത്ര രീതിയിൽ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിലപാട് അതാണ്. രണ്ട് രാജ്യങ്ങളോടും സമദൂരം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു തർക്കമില്ല. അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇസ്രായേലിനോടൊരു വലിയ വൈകാരിക ബന്ധം ഭാരതത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കുണ്ട്. അത് യഹൂദ മതവിഭാഗത്തിനെതിരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വലിയ പീഡനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ അവരെ പീഡിപ്പിക്കാത്ത, അവരെ ഒപ്പം നിർത്തിയ, അല്ലെങ്കിൽ അഭയാർത്ഥികളായി എത്തുന്ന ഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തിയ ഒരു പാരമ്പര്യം ഭാരതത്തിനുണ്ട്. ആ ഒരു സ്നേഹബന്ധം എല്ലാ കാലഘട്ടത്തിലും ഇസ്രായേലിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്കും ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കുമൊക്കെ നമ്മുടെ രാജ്യത്തോടുണ്ട്. അതിനാൽ നയതന്ത്രപരമായ രീതിയിൽ ഭാരതം പാലസ്തീനോടും ഇസ്രായേലിനോടും ഒരേ സമീപനമൊക്കെ ആണെങ്കിൽ പോലും വൈകാരികമായ തലത്തിൽ ഭാരതത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ, ഭാരതത്തിൻ്റെ സാമൂഹികമായ മണ്ഡലത്തിൽ ഇസ്രായേലിനോട് 100% യോജിക്കുന്ന വികാരമാണ് ഭാരതത്തിലെ ജനങ്ങൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരെ ഘടകവിരുദ്ധമായി ഹമാസ് ഭീകരരെ അനുകൂലിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് യുദ്ധത്തിന് തുടക്കം കുറിച്ച ഭീകരശക്തികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ പാർലമെന്റിലേക്ക് പാലസ്തീൻ്റെ ബാഗുമായി പ്രിയങ്ക വാദ്ര എത്തിയ സംഭവം. ഇതിനെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രൂക്ഷ ഭാഷയിൽ യു.പി. നിയമസഭയിൽ വിമർശിച്ചത്. യോഗി ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തിൻ്റെ പൊതുവികാരത്തിനും ദേശീയ താല്പര്യങ്ങൾക്കും എപ്പോഴും എതിരാണ് കോൺഗ്രസിൻ്റെ നയം എന്നുള്ളത്. അതിനാലാണ് വയനാട് എം.പി ഇപ്പോൾ പാർലമെന്റ് പാലസ്തീന്റെ ബാഗുമായി കറങ്ങി നടക്കുന്നത് എന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വിമർശനം. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇസ്രായേലിൽ ധാരാളം യു.പിയിൽ നിന്നുള്ള ചെറുപ്പക്കാരുണ്ട്. അവിടെ ജോലിക്കായി എത്തുന്ന ഘട്ടത്തിലൊക്കെ ഭാരതത്തിലെ യുവാക്കളുടെ, യു.പിയിലെ യുവാക്കളുടെ സ്കില്ലിനെ പറ്റി വലിയ താല്പര്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനത പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് വലിയ സ്വീകാര്യത ഇസ്രായേലിലെ ജനങ്ങൾ നൽകുന്നുണ്ട്. അതൊന്ന് ഭാരതീയരുടെ സ്കില്ലിനോടുള്ള അവരുടെ ആ ബഹുമാനം. രണ്ടാമത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഭാരതം എന്ന് പറഞ്ഞ രാഷ്ട്രത്തോടുള്ള ഓരോ ഇസ്രായേലി പൗരന്റെയും വൈകാരികമായ ബന്ധം. ആ ഘടകങ്ങളെല്ലാം രൂപപ്പെടുമ്പോഴാണ് ഭാരതീയർക്ക് ഇസ്രായേലിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നത്. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് ഇസ്ലാമിക വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസും നെഹ്റു പരിവാറും ഓരോ നാടകങ്ങൾ ഓരോ ദിവസവും കളിക്കുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് ഉദ്ദേശിച്ചത്. എന്തായാലും യു.പി. നിയമസഭയിൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് പ്രിയങ്ക വാദ്രയുടെ ഈ പാലസ്തീൻ ബാഗുമായുള്ള ഇന്നലത്തെ പാർലമെന്റിലേക്കുള്ള എൻട്രിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. കൃഷ്ണരാജ്. ഗൗതം, ഈ പ്രവൃത്തികളൊക്കെയും ദേശീയ താല്പര്യത്തിന് എതിരാണെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് യോഗി ആദിത്യനാഥ്. അതായത് ഇസ്രയേലിൽ ഇന്ത്യൻ യുവാക്കൾ പ്രതീക്ഷ വയ്ക്കുമ്പോൾ, ഇന്ത്യൻ യുവാക്കൾക്ക് ഇസ്രയേലിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ
ദേശീയതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് എന്നുകൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട് യോഗി, അല്ലേ? കൃഷ്ണരാജ്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിൻ്റെ രത്നം ചുരുക്കം അതുതന്നെയാണ്. അതായത് ദേശീയ താല്പര്യങ്ങൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് എതിരായ സമീപനം സ്വീകരിക്കുന്നു എന്നാണ് യോഗി പറഞ്ഞത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ വിഷയം, പാലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഭാരതത്തിൻ്റെ പൊതുസമൂഹം ഇസ്രായേലിനെ അനുകൂലിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ എത്തുന്ന ഭാരതത്തിൻ്റെ ഓരോ പൗരന്മാർക്കും ലഭിക്കുന്ന സ്വീകാര്യതയും ഇസ്രായേലി പൗരന്മാർ ഭാരതത്തിലെത്തുമ്പോൾ നമ്മൾ നൽകുന്ന സ്വീകാര്യതയും ഒക്കെ അതെല്ലാം യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സമ്പലുമായി ബന്ധപ്പെട്ട് ചില പരാമർശം നടത്തിയിരുന്നു. അതായത് സമ്പലിൽ ധാരാളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് 947-നും അതോടൊപ്പം തന്നെ 2024 ഈ വർഷത്തിലും ഇടയിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വർഗീയ കലാപങ്ങളിൽ അവിടെ ഹിന്ദു സമൂഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടുതൽ മരണപ്പെട്ടത് ഹിന്ദുക്കളാണ്. പക്ഷേ അത്തരം വിഷയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തെ പറ്റിയൊന്നും കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. സമാജ്വാദി പാർട്ടിക്ക് അത്തരം വിഷയങ്ങളിൽ മൗനമാണ്. എന്നാൽ സമ്പലിൽ തന്നെ അടുത്ത കാലത്ത് പോലീസ് വെടിവെപ്പിൽ 4 ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അക്രമകാരികൾ കൊല ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുന്നുവെന്നാണ് ഇന്നലെ ഉത്തർപ്രദേശ് നിയമസഭയിൽ യോഗി ആദിത്യനാഥ് സമാജ്വാദി പാർട്ടിയെ വിമർശിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം പ്രിയങ്ക വാദ്രയുമായി നടത്തുന്ന പ്രസ്താവനയിലും ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഇന്നിപ്പോൾ പാലസ്തീൻ ബാഗുമായുള്ള പ്രിയങ്ക വാദ്രയുടെ വിഷയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം സമാജ്വാദി പാർട്ടിയെ സമ്പലുമായി നടത്തിയിട്ടുള്ള വിമർശനത്തിലാണെങ്കിലും യോഗി ആദിത്യനാഥ് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. കൃഷ്ണരാജ്, ശരി. പ്രിയങ്കയെ വിമർശിച്ച് യോഗി ആദിത്യനാഥ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.